പിന്നെ ഇവിടെ സുന്നികൾ ഇബാദത്ത് നിർവചനം പറഞ്ഞാൽ ശരിക്ക് ബോധ്യപ്പെടും ഇബാദത്ത് എന്താണ്. നൂഹ് നബി അലൈഹി സ്വലാം തന്റെ സമുദായത്തെ ദുആ ചെയ്തു ഇല്ലേ? ഇതൊക്കെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അതിന് മുമ്പ് സുന്നികൾ ആരാ നോക്കാം. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين سبيل المؤمنين സ്വീകരിക്കുന്നവരാണ് സുന്നികൾ. സമ്മതിച്ചോ? എങ്കിൽ അത് തറാവീഹ് ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ച് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കാലം മുതൽ തറാവീഹ് 20 റക്അത്ത് അത് ഇന്ന് വരെയൊക്കെ നിർവഹിക്കുന്നവരാണ് സുന്നികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ജുമുഅ ഖുത്ബ അറബിയിൽ അന്ന് മുതൽ ഇന്ന് വരെയൊക്കെ നിലനിർത്തുന്നവരാണ് സുന്നികൾ. ആ സുന്നികൾ ആരാണോ അതാണ് യഥാർത്ഥ സുന്നികൾ. അതല്ലാതെ നിങ്ങൾ പുത്തനാശയക്കാരാണ്. റഷീദ് റിളയിൽ നിന്നും ജമാലുദ്ദീൻ അഫ്ഗാനിയിൽ നിന്നും അതുപോലെ തന്നെ ഇബ്നു അബ്ദുൽ വഹാബിൽ നിന്നും മുഹമ്മദ് അബ്ദുൽ നിന്നൊക്കെ കടമെടുത്ത് ഇബ്നു തൈമിയിൽ നിന്നൊക്കെ കടമെടുത്ത വഹാബി പ്രസ്ഥാനം അതാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ആദ്യമായി ജുമക്ക് അറബി അല്ലാത്ത ഭാഷ ഖുത്ബ നിർവഹിച്ചത് എവിടെയാ? കോഴിക്കോട് മട്ടാഞ്ചേരിയില്ല. ആദ്യമായി കേരളത്തിൽ പെണ്ണുങ്ങൾ പള്ളിയിൽ പോയത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സുന്നികൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ അത് ഈ പറയപ്പെടുന്ന ഇന്ന് നാലാലുൽ മദ്ഹബ് സ്വീകരിക്കുകയും അതുപോലെ തന്നെ ത്വരീഖ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹസൻ അശ്ശരി റളിയല്ലാഹു അൻഹു ത്വരീഖ് സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് സുന്നികൾ. പണ്ഡിതന്മാർ സ്വീകരിക്കുന്നവരാണ് സുന്നികൾ. സ്വന്തമായി ഇന്നൊന്ന് പറയാ, നാളൊന്ന് പറയാ, മറ്റൊന്ന് വേറൊന്നും അല്ലാത്തത് പറയാ. നിങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാനിലേക്ക് കിടക്കുന്നില്ല. മുന്നും പിന്നും മാത്രം വരച്ചാൽ മതി നിസ്കാരത്തിലൊന്നും. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ട്. ഞാനിലേക്ക് കിടക്കുന്നില്ല. എന്നെ കൂടെ പറയിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് സുന്നികൾ അന്നു മുതൽ ഇന്ന് വരേക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തനവും മാറ്റേണ്ടി വന്നിട്ടില്ല. ഇവിടെ തുടക്കത്തിൽ തന്നെ മുജാഹിദുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അടിയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ ആദ്യകാലത്തുള്ള വിശ്വാസമല്ല. തറാവീഹ് ആദ്യകാലത്ത് 20 റക്അത്ത് നിസ്കരിച്ചിരുന്നു. പിന്നീടാണ് മാറ്റിയത്. കൈകെട്ടലിന്റെ വിഷയത്തിലും ഖുനൂത്തിന്റെ വിഷയത്തിലും ഒക്കെ കാലത്തിനനുസരിച്ച് മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് മുജാഹിദിനുള്ളത്. അത് എല്ലാ പുത്തനാശയക്കാർക്കും ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഭിന്നിച്ച് മുത്തസിലിയത്തും ഖവാരിജുകളും ഇല്ലാതായതുപോലെ ഇപ്പറയപ്പെടുന്ന മുജാഹിദ് കുറഞ്ഞ കാലങ്ങൾക്കുണ്ട് ഇവിടുന്ന് ഇല്ലാതാവുമെന്ന ഒരു പ്രവചനം കൂടി ഞാൻ പറയുന്നു. സുന്നികൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ഇന്ന് നിലനിൽക്കുന്നു. അന്ന് നബി തങ്ങളുടെ മുതൽ ഇന്ന് വരേക്കുള്ളവർ അവരാണ് സുന്നികൾ. പണ്ടൊക്കെ ഇവിടെ ഫുള്ള് മുജാഹിദ് പള്ളിയായിരുന്നു. ഇവിടെ കംപ്ലീറ്റ് മുജാഹിദ് ഇപ്പോഴെങ്കിൽ ഇല്ലാതെ കുറഞ്ഞിങ്ങനെ വന്ന് ഇപ്പൊ എണ്ണം കുറഞ്ഞു പോവുകയാണ്. പണ്ട് ഇങ്ങനെ പലാണ്ട് പോയാൽ ഒരു 10 കിലോമീറ്ററിനടി 10-50 പള്ളി മുജാഹിദ് പള്ളി ഉണ്ടായിരുന്നു. ഇപ്പൊ കുറെ പള്ളിയൊക്കെ പോയി. കുറെ മുജാഹിദൊക്കെ എണ്ണം കുറഞ്ഞൊക്കെ ഇല്ലാതായി പോയി. ഇപ്പൊ ഒന്നുമില്ല, ഒരു 4-5 മാസം കൊണ്ടോ തൊട്ടടുത്തൊക്കെ ഇല്ലാതായി പോകുന്നു. ആയിക്കോട്ടെ, നല്ലതാണ്. രാത്രി ഇങ്ങനെ എടുക്കുമ്പോൾ സ്വപ്നം കാണാൻ പറ്റുന്നതൊക്കെ അതിനൊക്കെ പറ്റും. പുറത്ത് വരാൻ പറ്റില്ല എന്നുള്ളൂ. അപ്പൊ അതൊന്നും ശരിയല്ല. അതൊക്കെ നിർത്തിക്കാളെ. എന്താ ഇപ്പൊ ആവേശം അതൊക്കെ ഇങ്ങനെ സമാധാനത്തിൽ നല്ലത്. തലയുള്ള മുടി വരെ പണ്ടാണി പറ്റൂലേനു. പണ്ടാണെങ്കിലേ ആ മുടി വരെ പറ്റും. 4 പാടും വെട്ടി അതിന്റെ നടുവിലൊരു ചട്ടി ഇബ്ലീസിന്റെ കുട്ടി നരകത്തിലേക്ക് തട്ടി. വഹാബികളുടെ പാട്ടല്ല. വഹാബികളുടെ പാട്ടല്ല. ഇവിടുത്തെ സമസ്തക്കാർ പാടുന്ന പാട്ടാത്. കുടുംബല്ല. ഈ മുടി പറ്റൂല. ചാലിയത്ത് വാദപ്രവർത്തകരെയോ 942 ചാലിയത്ത് വെച്ച് പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരും ഉമർ മൗലിയും തമ്മിൽ സംവാദം ഉണ്ടായി. എന്തിനാറിയോ കുടുംബം പറ്റൂല. സംശയമൊന്നുമില്ല. കുടുംബം അല്ല പറഞ്ഞത്. നിങ്ങൾ കേക്കി നിങ്ങൾ കേട്ടോളി. നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ പ്രതീക്ഷയുണ്ട്. അപ്പൊ 942 ചാലിയത്ത് വെച്ച് പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരും ഉമർ മൗലവിയും തമ്മിൽ വാദപ്രതിവാദം ഉണ്ടായി. വിഷയം എന്താറിയോ? തലയിൽ മുടി വളർത്തിയവനെ കൊല്ലണമെന്ന് ബുഖാരി മുസ്ലിമിൽ ഉണ്ട് എന്ന് പതി മുസ്ലിയാർ, ഇല്ല എന്ന് ഉമർ മൗലവി. 1942 ചാലിയത്ത്. തെളിവൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് പതിനോട് ചോദിച്ചു നോക്കി. പതി അബ്ദുൽ ഖാദിർ ചോദിച്ചു അങ്ങനെ ഉണ്ടായിക്കുന്നത് ചോദിച്ചു നോക്കുക. പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരെ വിളിക്കുക. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ ചോദിക്കുക. അതെ, മരിച്ചാലും കേൾക്കുന്നല്ലേ? മരിച്ചാലും കേൾക്കൂലേ നിങ്ങൾ ചോദിച്ചാ പോലെ. അതന്നെ മുസ്ലിയാരെ പറഞ്ഞതേ. മരിച്ചാലും കേൾക്കും, മരിച്ചാലും കേടും, മരിച്ചാലും മറിയും, മരിച്ചാലും ഹാജരാകും. നിങ്ങൾ വിളിക്കുക പതി മുസ്ലിയാരെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ. ശിർക്കാരാൻ പറ്റില്ല. നിങ്ങൾക്ക് കേൾക്കൂലെന്ന് പറയാൻ പറ്റില്ല. ആവട്ടെ. അപ്പൊ 942 ഒരു വാദപ്രതിവാദം ഉണ്ടായി. അവിടെ വിഷയം എന്താ? ആ വാദപ്രതിന് പങ്കെടുത്ത ആൾ ആ ചരിത്രം എഴുതിയ പുസ്തകമുണ്ട്. അതാ പറഞ്ഞത്. ചാലിയം സംവാദം എന്ന പേരിൽ നിങ്ങൾക്ക് അത് കിട്ടും. അത് കൃത്യമായി പങ്കെടുത്ത ഓരോ വിഷയവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലാണ് പറഞ്ഞത് തലയിൽ മുടി വളർത്തിയവനെ കൊല്ലണമെന്ന് ബുഖാരി മുസ്ലിമിൽ ഉണ്ട്, ഇല്ല എന്ന് ഉമർ മൗലവി വാദിക്കുന്നു. അതിനുവേണ്ടി വാദപ്രതിവാദം ഉണ്ടായിരുന്നു ചാലിയത്ത് വെച്ച്. അപ്പൊ കുടുംബം മാത്രമല്ല, തലയിൽ മുടി തന്നെ പാടില്ല. അത് നിർബന്ധ കളയൽ നിർബന്ധമായി പറഞ്ഞത്. ഞാൻ അതിന് ഭാരത തെളിവൊന്നും ആവശ്യമില്ല. ഇപ്പൊ കേൾക്കണ വയസ്സന്മാരിപ്പോ ഉണ്ടാവും. അത് ശരിയായിട്ട് നമ്മളൊക്കെ എല്ലാ വെള്ളിയാഴ്ച നിർബന്ധിച്ച് മൊട്ടടിച്ചിരുന്നു എന്ന് വയസ്സന്മാരിപ്പോ പറയുണ്ടാവും. അപ്പൊ ആയിക്കോട്ടെ, ഏതായിരുന്നാലും അങ്ങനെ മാറ്റിയിട്ടില്ലാന്ന് പറയണ്ട. നമ്മൾ ഓരോന്നും മാറ്റിയിട്ടില്ലാന്ന് പറയേണ്ടത്. പണ്ട് പെണ്ണിന് പള്ളി ഹറാം, ഇപ്പോഴോ പെൺപള്ളി സ്പെഷ്യൽ വന്നില്ലേ. പക്ഷെ യാത്രക്കാരി ആകണമെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. യാത്രക്കാരിയാണോ ഓക്കെ നിസ്കരിക്കാം. ടിക്കറ്റ് എങ്ങാൻ നഷ്ടപ്പെട്ടു പോയോ പിന്നെ കയറാൻ പറ്റില്ല പള്ളിക്ക്. അവിടേക്ക് എത്തിയില്ലേ. ഏതെല്ലാം മാറി. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷ എന്നറി.
ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷ. ഇപ്പോഴോ നരകത്ത് പോകുന്ന ഉറപ്പായപ്പോ പിന്നെ ആ ഭാഷ പഠിക്കുകയാണോ എന്ന് നമ്മൾ ചോദിക്കണില്ല. ശുദ്ധ മലയാളത്തിൽ സംസാരിക്കാൻ പാടില്ലാണ്. ആ അക്കാലത്ത് അതിനെ പറഞ്ഞത് കാലത്ത് മാറ്റിക്കുന്നു. പെണ്ണാർത്ത ആരോപണം എന്താ? അത് അക്കാലത്ത് പറഞ്ഞാണ്. ഇതിന്റെ നിങ്ങൾ പറഞ്ഞത് കാലത്തിനനുസരിച്ച് മാറ്റണം. അതപ്പോ ഞങ്ങളും പറഞ്ഞത് നിങ്ങൾ മാറ്റിക്കണെന്ന്. അപ്പൊ ഇനി ആവശ്യമില്ല, കഴിഞ്ഞു. നിങ്ങൾ ഇളകണ്ട, ഇന്നോടി നിങ്ങളെ സമയത്ത് ചോദിച്ചോളി. നിസ്കാരമൊക്കെ നിങ്ങൾ മാറ്റിക്കണേ. നിങ്ങൾ നിസ്കാരം, നോമ്പും സക്കാത്തും ഹജ്ജൊക്കെ മാറ്റിക്കണേ. ആ ഒക്കെ നിങ്ങൾ കട്ടതും വിട്ടൊക്കെ തീരുമാനിക്കാന്ന് വിഷയമൊന്നുമല്ലല്ലോ. ഇവിടെ ഖുത്ബകൾ പറഞ്ഞു. എന്തേ റസൂൽ സാഹിബ് നടത്തിയ അറബിയിലെ ഖുത്ബകൾ ഇപ്പോൾ നടത്തുന്നു. എന്തേ നിങ്ങൾ ഇബ്നു ബാത്തനെ എടുത്തത്? റസൂദാനെ എടുത്താൽ പോലെ. റസൂദാനെ എടുത്ത് വായിക്കുക ഖുത്ബക്ക്. ഹിജ്റ 300കളിൽ ഈജിപ്തിൽ ജീവിച്ച ഇബ്നു ബാത്തൻ മിസ്രിയുടെ ഏടെന്തിനാ വായിക്കണത്? അപ്പൊ അവിടുന്ന് മാറിയില്ലേ? ഇപ്പോഴോ ഇപ്പൊ നിങ്ങൾ കഴിക്കുന്ന നെല്ലിക്കുത്തിനെ ബുക്കാണല്ലോ, ആ നെല്ലിക്കുത്തിനെ ഖുത്ബ എപ്പോൾ നിങ്ങൾ വായിക്കണത്? നെല്ലിക്കുത്തിനെ ഖുത്ബ എപ്പോൾ വായിക്കണത്? ഇബ്നു ബാത്തനെ ഖുത്ബകൾ വീണ്ടും മാറ്റി. കാരണം എന്താ അറിയോ? നിങ്ങൾ കേക്ക് മാസ്റ്റർ, നിങ്ങൾ മാസ്റ്റല്ലേ, മാഷാവല്ലി മാസ്റ്റായി. അതായത് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ നബാത്തി ഖുത്ബ വീണ്ടും മാറ്റി. കാരണം എന്താ അറിയോ? നബാത്തി ഖുത്ബയിൽ നബിദിനം പറയണില്ല. നബാത്തി ഖുത്ബയിൽ റബീഉൽ അവ്വൽ മാസത്തിൽ 5 വെള്ളിയാഴ്ച ജുമയുണ്ടായിട്ട് ഒരൊറ്റ ഖുത്ബയിൽ നബിദിനത്തെ പറ്റി ഒരു വാക്കില്ല. അപ്പൊ നെല്ലിക്കുത്തി ഉസ്താദ് മനസ്സിലാക്കി ഇത് സംഗതി നമ്മളെ സുന്നീസം പൊടിയും. അപ്പൊ മൂപ്പൻ എന്താക്കി? ആ നബാത്തി ഖുത്ബ മൂപ്പൻ ഷോർട്ടാക്കി. അങ്ങനെ അൽ ഖുത്ബത്തുൽ പിന്നെ മുഖ്തസർ ഖുത്ബത്തിന്റെ നബാത്തിയ, നബാത്തി ഖുത്ബയുടെ ഷോർട്ട്. എന്നിട്ട് തൊട്ട് താഴെ മൂപ്പർ എഴുതി കൊടുത്തു, ഇത് നബാത്തി ഖുത്ബ ഷോർട്ടാക്കിയാണ്, ഇതിക്ക് ലേശം കൂട്ടി ചേർത്തിട്ടുണ്ട്. ഷോർട്ടാക്കി ലേശം കൂട്ടിക്കാണ്ട്. എങ്ങനെ ലേശം കൂട്ടിക്കാണ്ട് ഷോർട്ടാക്കിയത് നമുക്കറിയില്ല. ഇതിൽ കൂട്ടി എന്താ അറിയോ? കൂട്ടിയത് റബീഉൽ അവ്വൽ 1ാമത്തെ വെള്ളിയാഴ്ച ഖുത്ബ ഫീ മദ്ഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റബീഉൽ അവ്വൽ 12 ജന്മദിനം ആഘോഷിക്കാനും കാര്യങ്ങളും ആ നിൽക്കുക. അതും മുമ്പ് അത്ര പച്ചക്ക് പറയാൻ മുമ്പ് ധൈര്യം വന്നിട്ടില്ല. അതിന് അടുത്തളിഞ്ഞ് മാറ്റിയിട്ട് വേണം. അപ്പൊ മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ ഇവിടെ വിഷയം ഒന്നുമല്ല. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നോട്ട് നിങ്ങൾ പോകല്ലേ, നിങ്ങൾ പറഞ്ഞു വന്നോട്ട് പോകല്ലേ. നിങ്ങൾ എപ്പോഴും പറഞ്ഞത് എന്താണ്? നിങ്ങൾ തുടങ്ങി വെച്ചത് എല്ലാ കഴിവും അള്ളാഹ്ക്ക് മാത്രമാണ്, അള്ള കഴിവ് കൊടുത്തതേ ഉണ്ടാവുള്ളൂ, അതിനപ്പുറത്ത് ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളെ വിശ്വാസം. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ആ വിശ്വാസത്തോട് കൂടി തന്നെ ഒരാളുടെ ജീവിതത്തിൽ ശിർക്ക് വരും. പടച്ചോൻ കൊടുത്ത കഴിവേ ഉള്ളൂ എന്ന് വിശ്വസിച്ചാൽ അതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഇനി ശിർക്ക് വരില്ല എന്ന ഗ്യാരണ്ടി ഇല്ല. അതിനാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 2 വിഷയം ഞാൻ പറഞ്ഞത്. ഒന്ന്, നബിയെ താങ്കളും അള്ളാഹും ഉദ്ദേശിച്ചതാണ് നടക്കുക എന്ന് പറഞ്ഞ സ്വഹാബിയോട് നബി തങ്ങളുടെ പ്രതികരണം എന്താ? നീ എന്നെ റബ്ബിനോട് തുല്യനാക്കുകയാണോ? നീ എന്നെ റബ്ബിനോട് തുല്യനാക്കുകയാണോ? ആ സ്വഹാബി ഒരിക്കലും നബി തങ്ങൾക്ക് സ്വന്തം കഴിവുണ്ട് വിശ്വസിക്കൂല, നബി ഇലാഹാന്ന് വിശ്വസിക്കൂല, നബി സമദാന്ന് വിശ്വസിക്കൂല. എന്നിട്ട് പോലും നബിയെ താങ്കളും അള്ളാഹും ഉദ്ദേശിച്ചതാണ് നടക്കുക എന്ന് പറയുമ്പോൾ നീ എന്നെ റബ്ബിനോട് തുല്യനാക്കുകയാണോ എന്ന് ചോദിക്കുന്നു. വാൾ തൂക്കിയിട്ട് ബറക്കത്തെടുക്കാൻ, പ്രത്യേകമായ വിജയം കിട്ടാൻ വേണ്ടി ഒരു മരം നിശ്ചയിച്ചു തരണം നബിയെ എന്ന് പറയുമ്പോൾ ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്തെങ്കിലും 2 ദിവസം കേൾക്കാത്തത്? നിങ്ങൾ അതാണ് വേബിന് തറാവീക്കും കുത്തുബിക്കും പോണത്. ഇതെന്നെ വരി, ദിമിക്ക് നിങ്ങൾ വരി. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഹജർ അസ്വദ് മുത്തിയ ചിലപ്പോൾ അത് ശിർക്കായിക്കൂടെ ഈ വിശ്വാസമാണെങ്കിൽ നിങ്ങൾ യാസീൻ ഓതലും ശിർക്കന്നെയാണ്. നിങ്ങൾ യാസീൻ ഓതലും ശിർക്ക. കാരണം എന്താ? യാസീൻ ഓതുമ്പോൾ ഇലാഹത്തെ ഓതിട്ട് യാസീൻ ആദ്യം ഓതുന്നത്. ഈ യാസീൻ നബി കേൾക്കും ഞങ്ങളെ വിശ്വാസം. നബി കേൾക്കും, നബി അത് അറിയും, നബി അത് പിന്നെ സ്വീകരിക്കും, നബി അത് ഇടപെടും എന്ന വിശ്വാസത്തിലാണോ യാസീൻ ഓതുന്നത്? എന്നാ പിന്നെ അതും പോയി. അതേപോലെ അസുൽ തന്നെ പിഴച്ചു, അസുൽ തന്നെ പിഴച്ചു. അതിനാണ് പ്രമാണങ്ങൾ പഠിക്കേണ്ടത്. അവിടെ അതിന് മറുപടി പറയാൻ, അതിന് പ്രതിരോധിക്കാൻ കഴിയാതാകുമ്പോഴാണ് മുജാഹിദ് പുത്തമ്പാദികൾ ഓല് പയച്ചോല്, ഓല് പിന്നെ വന്നോല് എന്നുള്ള ആരോപണം. അത് സമാധാനത്തിൽ പറഞ്ഞോളി, നമുക്ക് വിഷയമൊന്നുമില്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് എന്നൊക്കെ ആരുമായൊക്കെ വാദപ്രതിവാദം ഉണ്ടായോ അവിടെയൊക്കെ മുജാഹിദ് പ്രസ്ഥാനം തങ്ങളുടെ വാദമായി രേഖപ്പെടുത്തിയതും തങ്ങളുടെ പ്രമാണമായി പറഞ്ഞതും എന്താ? ഏത് വാദം രേഖപ്പെടുത്തിയാലും പ്രമാണമായി പറയാറുള്ളത് ഖുർആനും സ്വഹീഹായ ഹദീസും. ഖുർആനും സ്വഹീഹായ ഹദീസും അത് പ്രമാണമാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം എല്ലാ കാലത്തും പറയുന്നു. സ്വഹീഹായ ഒരൊറ്റ ഹദീസ് തള്ളാൻ മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടില്ല. മുജാഹിദുകളെ പേരിൽ ചിലരെങ്കിലും സ്വഹീഹായ ഹദീസിനെ തള്ളാൻ ശ്രമിച്ചപ്പോൾ അവരെ തള്ളിയവരാ മുജാഹിദുകൾ. അത് ശരിയല്ല എന്ന് പറഞ്ഞവരാ. ഇത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ ഒരു കൂട്ടായ്മയല്ലാത്ത ഏത് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന, അതിന് KNM ആയിക്കോട്ടെ, KNM മർക്കസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത്തരം ആളുകളുടെ മുഖാമുഖ വേദിയിൽ ചെന്ന് നിങ്ങൾ ചോദിച്ചു നോക്കി, ഖുർആനും സ്വഹീഹായ എല്ലാ ഹദീസുകളും അംഗീകരിക്കുമെന്ന് ധൈര്യസമേതം അംഗീകരിക്കുന്നത് പറയാൻ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. നമ്മൾ പുറത്തൊരു അവകാശം പറയുന്നില്ല. സ്വഹീഹായ എല്ലാ ഹദീസും ഞങ്ങൾ അംഗീകരിക്കും എന്ന് പറയാൻ ഇവിടെ മറ്റു പലർക്കും സാധിക്കുന്നില്ല. അതാണ് വ്യതിയാനം. അവർ പറഞ്ഞെന്താ, ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, എന്നാലും അതങ്ങനെ എടുക്കാൻ പറ്റൂല. അത് മുജാഹിദീങ്ങളുടെ പാരമ്പര്യമല്ല, അത് അഹ്ലുസുന്നയുടെ പാരമ്പര്യമല്ല, അത് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു പോന്ന നയ നിലപാടുകളല്ല. എന്നിട്ട് സ്വഹീഹ് ബുഖാരിയിൽ 60 ഹദീസ് ഞാൻ ദഈഫാക്കി എന്ന് പറയുമ്പോൾ ഞങ്ങളും ഉണ്ടാകുന്നിട്ടില്ല. ഞങ്ങൾ ചോദ്യം ചെയ്തു, ശരിയല്ല മൗലവി, അത് പറയാൻ പാടില്ല. അയാൾ ഉറച്ചെന്നു, ശരി നിങ്ങൾ വിട്ടോളി, നമ്മൾ ഒന്നിച്ചു പോകില്ലായിരുന്നു.
ആ വേറെ ചങ്ങായി പറഞ്ഞു 60 110 ഹദീസ് അതിൽ എടുക്കാൻ പറ്റുന്ന നിങ്ങളും വിട്ടുകൊടിയാറില്ല. ഇപ്പൊ ചില മനുഷ്യന്മാരെ പറഞ്ഞു ബുദ്ധിക്കെതിരായ പലതും അതിലുണ്ട്, അത് നമ്മൾ എടുക്കൂല. അപ്പൊ നമ്മൾ മനസ്സിലാക്കി പോലെ ബുദ്ധിക്കാൻ പ്രശ്നം ഉണ്ടായിരിക്കും, ഒരു പെയ്ക്കോട്ടെ നമുക്ക് പ്രശ്നമാക്കണ്ട. എന്നാൽ മുജാഹിദുകൾ ഇൻഷാ അല്ലാഹ് സ്വഹീഹായ മുഴുവൻ ഹദീസുകളും നബി തങ്ങൾ പറഞ്ഞുവെന്ന് ബോധ്യമുള്ള സ്വഹീഹായ പരമ്പര ഉദ്ധരിക്കപ്പെട്ട ഏത് ഹദീസുണ്ടോ അത് ചിലപ്പോൾ നമ്മൾ ബുദ്ധിക്ക് ഉൾക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ ആശയം ഞങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അത് നമ്മുടെ അറിവിന്റെ പരിമിതിയാണ്, നമ്മുടെ പഠനത്തിന്റെ പരിമിതിയാണ് എന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാനും അത് അംഗീകരിക്കാനുമാണ് മുജാഹിദുകൾ എന്നും ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച ആശയ നിലപാടുകൾ മാറ്റം വന്നിട്ടില്ല. മാറ്റം വെച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോളി. മാറ്റം വെച്ചിട്ടുണ്ടാവും, അത് പറഞ്ഞോളി. അതല്ലാതെ ആ വക ആരോപണം, ആ വക അതൊക്കെ തൽക്കാലം രസത്തിന് പറ്റുന്നല്ലാതെ അതിനപ്പുറത്ത് ഞാനത് പറഞ്ഞു, നിങ്ങൾ ഇവിടെ കൊണ്ടടക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും പച്ചയായ ശിർക്ക് തന്നെയാണ്, ഒരു സംശയം ഞങ്ങൾക്കതിലില്ല. അതിനുവേണ്ടി ദുആയുടെയും ഇബാദത്തിന്റെയും ഒക്കെ നിർവചനത്തിന് പോലും കൈകടത്തുകൾ നടത്താൻ പോലും മടി കാണിക്കാത്തവരാ നിങ്ങളൊക്കെ. ആ ബുക്കിലടക്കം, ആ നിങ്ങളിപ്പം മടിക്കണ ബുക്കിലടക്കം പ്രാർത്ഥനയും ഇസ്തിഗാസയൊക്കെ ബന്ധപ്പെട്ട് കൊടുത്ത നിർവചനം എടുത്ത് നോക്കി, അതിന് ലോകത്ത് വേറെ എവിടുന്നും കിട്ടൂല, അവിടെ തന്നെ കിട്ടുള്ളൂ. ലോകത്ത് വേറെ എവിടെയും കിട്ടൂല. ഈ ബുക്കിൽ മാത്രം നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ ഉണ്ടാക്കി കടത്തിക്കൂട്ടിയ നിർവചനം സ്ഥാപിച്ചിട്ടാണ്. ഇത് അഖീദത്തുൽ സുന്നയാണെങ്കിൽ അതിന് ആദ്യ ഭാഗം എടുക്കി, അവിടെ കാണാം. അത് നമുക്ക് മരിച്ചൊരു കേൾക്കൂല, മരിച്ചൊരു കേൾക്കാൻ അവർ ജോലി ചെയ്യാൻ പറ്റും, മരിക്കൾ പോയി ജോലി ചെയ്യൂലേ. വിഷയം മാറ്റലേ. ഞാൻ പഠിച്ച നിങ്ങളെ കയ്യിലുള്ള ബുക്കില്, നിങ്ങളെ കയ്യിൽ നിങ്ങൾ ഇപ്പൊ പിടിച്ച പുസ്തകത്തില് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ ദുആ എന്ന വിഷയത്തിൽ സ്വന്തം വക അസുലുണ്ടാക്കി സ്ഥാപിച്ചിട്ട് അതിന്റെ മേലാണ് ബാക്കിയുള്ള എല്ലാ വിശ്വാസവും നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അല്ലാതെ അഹ്ലുസുന്നക്ക് പരിചയമുള്ള ഒരു തരീഫ് അല്ല നീ കൊടുത്തത്. അഹ്ലുസുന്ന ദുആക്ക് പറഞ്ഞ നിർവചനമല്ല നിങ്ങൾ കൊടുത്തത്. തഫ്സീർ അബൂ സഊദിൽ നിന്ന് പോലും എടുത്തു കൊടുത്തിട്ട് പ്രസക്തമായി കട്ടുമുറിച്ച് ഒഴിവാക്കിയിട്ട ഈ വാർത്ത കൊടുത്തത്. ആ നിലക്കാണ് നിങ്ങൾ ആ വീക്ഷണം, ആ വിശ്വാസം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതല്ലാതെ അള്ളാന്റെ സൃഷ്ടികളിൽ മരിച്ചുപോയ അമ്പിയൗലിയാക്കന്മാർ അവർ നമ്മൾ വിളിച്ചാൽ കേൾക്കും, കാണും, ഇടപെടും, സഹായിക്കും എന്നൊരു വിശ്വാസം ലോകത്താരും പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ലോകത്തെ എവിടുന്ന് വിളിച്ചാലും, എപ്പോൾ വിളിച്ചാലും, എന്തിനു വിളിച്ചാലും, ഏത് ഭാഷയിൽ വിളിച്ചാലും അവരൊക്കെ വിളി കേൾക്കുന്നും അറിയുമെന്നും ഇടപെടുമെന്നും സഹായിക്കുമെന്നും ഓടിയെത്തുമെന്നും നിങ്ങളൊക്കെ പറയുണ്ടല്ലോ. യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്തി ഹീലത്തി അദ്രിക്നി യാ റസൂലല്ലാഹ്. അതൊന്നും ലോകത്തിനാളും പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഖുർആനിലും ഇല്ല, ഹദീസിലും നിങ്ങളെ വക അർത്ഥം വെച്ചതാണ്, നിങ്ങളെ വക അർത്ഥം വെച്ചുണ്ടാക്കിയതാണ്. അല്ലാതെ ഖുർആനും ഹദീസിലും അതിന്റെ മുഫസ്സിരീങ്ങളോ മുഹദ്ദിസീങ്ങളോ അതിന്റെ വ്യാഖ്യാതാക്കളോ അഹ്ലുസുന്നത്തിന്റെ ഇമാമിയങ്ങളോ വിശ്വാസം പഠിപ്പിച്ചപ്പോൾ, അഖീദ പഠിപ്പിച്ചപ്പോൾ ആ അഖീദയിൽ എവിടെയെങ്കിലും ഇതാ ലോകത്തെ എവിടെ നമ്മൾ വിളിച്ചാലും അത് ദേശങ്ങൾക്കതീതമായി, ഭാഷകൾക്കതീതമായി, കാലങ്ങൾക്കതീതമായി ആ ഖബർ കിടക്കുന്നവരൊക്കെ കേൾക്കും, അവർ കാണും, അവരറിയും, അവർ ഹാജരാകും, അവർ ഓടിയെത്തും, അവർ സഹായിക്കും എന്നൊരു വിശ്വാസം അവരാരും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എവിടെയെങ്കിലും ഒരാൾ പാട്ട് പാടിയ ഒരു അരവരി പാട്ട്, ഒരു അറാബി കിനാവണ്ട, ഒരു സ്വപ്നം, ഇങ്ങനെ ഏതെങ്കിലും കിനാവോ പാട്ടോ ബെയ്ത്തോ അതിങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ പാട്ടില്ലേ, അവിടെ ഇങ്ങനെ ബെയ്ത്തില്ലേ, ഇവിടെ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുക എന്നല്ലാതെ വിശ്വാസം പഠിപ്പിച്ച പണ്ഡിതൻ. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ അബുൽ ഹസൻ അശ്അരിയുടെ ത്വരീഖത്താണ്. ആ അബുൽ ഹസൻ അശ്അരിന്റെ ഏതെങ്കിലും കിതാബിൽ പഠിപ്പിച്ചോ? മരിച്ചുപോയി അമ്പിയലൊക്കെ മരിച്ചു തേടിക്കോളി, ശിർക്കല്ല പഠിപ്പിച്ചോ? ഇല്ലല്ലോ. അബുൽ ഹസൻ അശ്അരി എഴുതിയ കിതാബ് എടുത്തോളി. നിങ്ങൾ അശ്അരി ഇമാമിന്റെ ത്വരീഖത്ത് അല്ല എന്ന് പറഞ്ഞത്. അശ്അരി ഇമാമിന്റെ ത്വരീഖത്ത് അല്ല നിങ്ങൾ സ്വന്തം ഉണ്ടാക്കിയ ത്വരീഖത്ത. നിങ്ങൾ ഒരു അശ്അരി ഇല്ല, ഒരു മാതുരീദി ഇല്ല, ഇത് മാതുരീദിയല്ല. അതുകൊണ്ട് അശ്അരി ഇമാമ അഖീദ പഠിപ്പിക്കാൻ കിതാബ് എഴുതിയിട്ടുണ്ടല്ലോ. ആ കിതാബിൽ അൽ ഇബാനയോ മഖാലത്തുൽ അശ്അരിയോ ഏതെടുത്തോളി. അശ്അരി ഇമാമിന്റെ ഏത് കിതാബിലാണ് മരിച്ചുപോയ അമ്പിയൗലിയാക്കന്മാർ തേടിയാൽ അവർ കേൾക്കും. നിങ്ങൾ കേൾക്കും മാസ്റ്റർ, നിങ്ങൾ കേൾക്കുള്ളൂ. ആ അമ്പിയൗലിയാക്കന്മാർ കേൾക്കും, അവരറിയും, അവർ ഇടപെടും, അവർ സഹായിക്കും, അവർ ഓടിയെത്തും, അവർ കൈപിടിക്കും എന്ന് പഠിപ്പിച്ച അശ്അരി ഇമാമിന്റെ ഒരു വരി കാണിച്ചു തരാൻ പറ്റുമോ? ഷാഫി ഇമാമിന്റെ കിതാബ് കാണിച്ചു തരാൻ പറ്റുമോ? അബൂ ഹനീഫ ഇമാമിന്റെ കിതാബ് കാണിച്ചു തരാൻ പറ്റുമോ? ഇമാം മാലിക്കിന്റെ കിതാബ് കാണിച്ചു തരാൻ പറ്റുമോ? ഇമാം അഹ്മദിന്റെ കിതാബ് കാണിച്ചു തരാൻ പറ്റുമോ? ഇമാം ബുഖാരിന്റെ കിതാബ് കാണിച്ചു തരാൻ പറ്റുമോ? എവിടില്ല. പിന്നെന്താ അവിടെ അറാബി പോയി പാട്ട് പാടില്ല, അറാബിനെ പാടിക്കൂടെ? നമുക്ക് എന്താ അറാബിനെ പോലെ ആകാനാ പറഞ്ഞത്? അറാബിന്റെ വഴിക്ക് പോകാനാ പറഞ്ഞത്? അല്ലല്ലോ. അവര് പാട്ടിന്റെ കഷ്ണം പിടിച്ച്, ഒരു ബെയ്ത്തിന്റെ കഷ്ണം പിടിച്ച്, ഒരു കിനാബിന്റെ പിന്നാലെ കൂടി, അതല്ല ഇസ്ലാമിന്റെ അഖീദ. അതുകൊണ്ട് ഒരൊറ്റ ഇമാമും അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങളിൽപ്പെട്ട ആധികാരികരായ ഒരൊറ്റ ഇമാമും വിശ്വാസം പഠിപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തിന് ഓല കിതാബിലും ഈ വിശ്വാസം എഴുതിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് നെല്ലിക്കുത്തിന്റെ ബുക്കിൽ വരുന്നത്? അല്ലെങ്കിൽ ഷാഫി ഇമാമിന്റെ കിതാബും കൊണ്ട് വരൂലേ? അല്ലെങ്കിൽ അശ്അരി ഇമാമിന്റെ കിതാബും കൊണ്ടുവരൂലേ? അല്ലെങ്കിൽ അബൂ ഹനീഫ ഇമാമിന്റെ കിതാബും കൊണ്ടുവരൂലേ? അതൊന്നും കിട്ടൂല മുസ്ലിയാരെ. ഒരൊറ്റ കിഞ്ഞ് മാസ്റ്റല്ല, മോദരല്ല, ആരും വന്നാലും കാര്യമില്ല. ഓരോ കിതാബിലും ആ നിലക്കുള്ള ഒരു അധ്യാപനമില്ല. നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചും വളച്ചൊടിച്ചും അവിടുന്ന് ഇവിടുന്ന് ഉണ്ടാക്കിയും കട്ടും മുറിച്ചൊക്കെ ആക്കിയിട്ട് ഇതൊക്കെ സുന്നത്തമായിട്ട് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ച് സാധാരണക്കാരെ പൊട്ടീസാക്കുക, വഞ്ചിക്കാന്നല്ലാതെ വേറൊന്നുമില്ല.